പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ പറയണത്. വളരെ മാസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, സിനിമാ ലോകം മൊത്തം ഉറക്കത്തിലായ ഈ 3 മാസം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖിച്ചു മലയാളികൾ. അപ്പോൾ ആ ദുഃഖത്തിനൊക്കെ നമുക്കൊരു അറുതി വന്നിരിക്കുന്നത്. നമ്മൾ പലരും പ്രാർത്ഥിച്ചു, പലരും വഴിപാട് കഴിച്ചു, പലരും നമ്മുടെ വെടിവഴിപാട് കഴിച്ചു. ഞാൻ പോലും കഴിച്ചിട്ടുണ്ട് നടക്കുന്ന നല്ലത് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട്. സത്യം എനിക്ക് മമ്മൂട്ടിയിൽ ഇഷ്ടം മോഹൻലാലിനെയാണ്. മോഹൻലാലിന് നമ്മുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷേ എന്നിരുന്നാലും മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ മമ്മൂട്ടിയുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വ്യത്യസ്ത രീതിയിൽ അഭിനയിക്കുന്നവരാണ്. അതാണ് ഇവർ രണ്ടുപേരും ഒരേപോലെ നമുക്ക് താല്പര്യം തോന്നുന്നത്. മോഹൻലാലിനും ഈ ഡാൻസ്, കോമഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മമ്മൂട്ടി വളരെ പരാജയമാണ്. അപ്പോൾ അതിലും എല്ലാം തികഞ്ഞ നടനാണ് നമ്മുടെ കമലഹാസൻ. അതേപോലെ തന്നെ ഒരു സകലകലാ വല്ലഭനാണ് മലയാളത്തിലെ മോഹൻലാൽ. അതുകൊണ്ടാണ് മോഹൻലാലിനെ നമുക്കിഷ്ടം. പിന്നെ ആളൊരു സാധു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും പ്രതികരിക്കില്ല, ആരോടും പ്രതികരിക്കില്ല, എന്ത് കേട്ടാലും ഒന്നും പ്രതികരിക്കാത്ത നല്ലൊരു മനുഷ്യൻ അദ്ദേഹം. ചെറിച്ചെല്ലാം തള്ളുള്ളൂ. എത്ര ആരോപണങ്ങളുണ്ടായാലും അതൊക്കെ രസകരമായി സരസമായി തള്ളുന്ന ഒരു വ്യക്തിയാണ്. അതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. മമ്മൂട്ടി നമ്മുടെ എറണാകുളത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. മമ്മൂട്ടി, അതുപോലെ ദുൽഖർ, മമ്മൂട്ടിയുടെ ഭാര്യ, ദുൽഖറിൻ്റെ ഭാര്യ, എല്ലാവരും ഇവിടെ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മമ്മൂട്ടി ക്യാൻസർ ആയപ്പോൾ ഒരുപാട് വിവാദം ഉണ്ടായി. നമ്മളൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് തെറി പറഞ്ഞു, നിങ്ങളൊക്കെ ഇല്ലാത്തത് പറയുന്നു. അതുപോലെ തന്നെ മറുനാടൻ ചാനൽ നമ്മുടെ ചെയ്തപ്പോഴും അയാളെയും പോയിട്ട് കുറേ തെറി പറഞ്ഞു. അദ്ദേഹം സത്യസന്ധമായിട്ട് ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് പുറത്ത് മുമ്പിൽ നിൽക്കുന്ന ചാനലുകാരൊന്നും പറയാണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുനാടനാണ് ഷാജനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഷാജൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റീത്ത് വരെ വെച്ചിട്ട് വീഡിയോ ചെയ്തു ആൾക്കാർ. അതുപോലെ തന്നെ പൊതുജനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മോശം കമൻ്റായിട്ട് അയാളെ ടാറടിച്ച് കാണിച്ചു. അദ്ദേഹം സത്യമാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? അതിപ്പോൾ അദ്ദേഹം പറഞ്ഞ കേട്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളും പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? അത് നമ്മൾ സത്യത്തെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മുൻഗണന ചാനലുകൾ പറയാത്തതിൻ്റെ കാരണം അവർ എപ്പോഴും ഊഹാപോഹങ്ങൾ പറയില്ല. അവർക്ക് വല്ല ആശുപത്രിയിൽ വന്ന ഡോക്ടർമാരെ ബുള്ളറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവരത് പ്രക്ഷേപണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി വിളിച്ച് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. അപ്പോൾ അതുപോലെയാണ് ഈ മമ്മൂട്ടിയുടെ ക്യാൻസർ എല്ലാവർക്കും ദുരൂഹമായിട്ട് തുടർന്നത്. അതിനൊരു അവസാനമായല്ലോ. എപ്പോഴാണ് അവസാനമായത്? മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്തിയപ്പോഴാണ് ഇത് പുറത്ത് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ ശബരിമലയിൽ പോയിട്ട് വഴിപാട് നടത്തിയിട്ട് ഒരുപാട് ആരോപണങ്ങളും നമ്മുടെ മോഹൻലാൽ കേൾക്കേണ്ടി വന്നു. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആരോപണങ്ങൾ പറയുന്നവരും അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലിനും കുറ്റം പറയുന്നവരും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയുടെ മഹാനടന്മാരാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരുള്ള സുഹൃത്ത് ബന്ധം, ആത്മബന്ധം ഒരു വയറ്റിൽ പറഞ്ഞാൽ പോലും ഇത്രയും ഉണ്ടാവില്ല. ഇവർ 10, 50, 40 പടങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചവരാണ്, ഒരു ഈഗോ ഇല്ലാണ്ട്. മമ്മൂട്ടിക്കാണെന്നുവെച്ചാൽ മോഹൻലാലിനെ അത്ര ഇഷ്ടമാണ്, മോഹൻലാലിനെച്ചാൽ മമ്മൂട്ടിനെ അത്ര ഇഷ്ടമാണ്. അത്രയും വലിയൊരു സ്നേഹബന്ധം അവർ. ഇന്നിപ്പോൾ ഒരു ഫീൽഡിലും കാണില്ല ഒരേപോലെ നിൽക്കുന്ന ഇത്രയും വലിയൊരു 2 ധ്രുവങ്ങളിൽ അസൂയും കുശുമ്പും കുന്നായ്മ ഇല്ലാണ്ട് ഒരാൾ കാണില്ല. അതൊന്നുമില്ലാത്ത നിഷ്കളങ്കരായുള്ള 2 ഹൃദയങ്ങളാണ് അവർ 2 ഹൃദയത്തിൽ അവർ ഒരാളാണ്. അപ്പോൾ ആ ആൾക്ക് ഒരു സയാമിസ് ഇരട്ടകളെന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഒരു സയാമിസ് ഇരട്ടയ്ക്ക് ഒരു അസുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിൻ്റെ ഹൃദയം ആകെ വേദനിച്ചിട്ടുണ്ടാവല്ലോ. അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ശക്തിയോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറി അദ്ദേഹം ഫീൽഡിൽ വരാൻ പ്രാർത്ഥിച്ചു, വഴിപാടുകൾ നടത്തി. അതിന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ആ റെസീറ്റ് പുറത്താക്കേണ്ട യാതൊരു കാര്യമില്ല. അന്ന് മുതൽ മോഹൻലാലിനോട് ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അതുമല്ല, അതിനേക്കാളും മോഹൻലാലിന് ഏറ്റവും അധികം വിഷമം പറ്റിയത് അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അതുപോലെ നാസർ ഫൈസൽ കൂടത്തായി, ഇവർ രണ്ടുപേരും ഒരുപാട് അവിടെ പോയി മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് ചെയ്തതിന് ഒരുപാട് മോഹൻലാലിന് അതുപോലെ മമ്മൂട്ടിയോടും ഒരുപാട് അവർ പറഞ്ഞു. അവർ മതനേതാക്കന്മാരാണ്. അവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യമതസ്ഥൻ്റെ ഒരു വഴിപാടോ അല്ലെങ്കിൽ അല്ല വേറെ എന്തെങ്കിലോ ഒന്നും മമ്മൂട്ടിക്ക് ആവശ്യമില്ല. മമ്മൂട്ടി അത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൗപ ചെയ്യണമെന്നാണ് പറയണത്.
അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനോട് മമ്മൂട്ടി മാപ്പ് ചോദിക്കുന്നു. ഒരു രോഗം വന്നിരിക്കുന്ന ഒരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര വേദനിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വഴിപാട് നടത്തിയ മോഹൻലാലിൻ്റെ മനസ്സ് എത്ര വേദനിച്ചിരിക്കും. മമ്മൂട്ടി ഓടിപ്പോയിട്ട് കൗബ ചെയ്യാനേ നിൽക്കുക, അത് ചികിത്സിക്കാൻ പോവുക. നമുക്ക് രോഗത്തിനൊരിക്കൽ ഒരാൾക്കും മതം ജാതിയും ദൈവമൊന്നുമില്ല, എല്ലാം ഒറ്റ ശക്തിയുള്ളൂ. അതാണ് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നതും നമ്മളെല്ലാവരും ഒരൊറ്റ കെട്ടായിട്ട് നമ്മൾ ആരെ ശരീരം മുറിച്ചാലും ചോര വരുന്നത്. അതിൽ വ്യത്യസ്തമായിട്ട് വേറെ ചോരകളൊന്നുമില്ല, എല്ലാം ഒരൊറ്റ ചോരയാണ്. അത് മമ്മൂട്ടിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. അതുപോലെ മോഹൻലാൽ ഇപ്പോൾ ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറയുകയും ചെയ്തത്, അങ്ങനെ ഒരു കാര്യം ചോദിക്കാണ്ട് തന്നെ മോഹൻലാൽ പറഞ്ഞു, എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യമാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് ചെയ്തിട്ട് ഇങ്ങനെ മത നേതാക്കന്മാർ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം. മോഹൻലാലിന് അങ്ങനെ ഒരു വേദന നിരന്തരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയല്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതപ്പം തന്നെ അരണയുടെ പോലെ അതപ്പം തന്നെ മറന്നു കളയും. ഇപ്പോൾ അരണ ഓടി വരുന്നത് നമ്മളെ കടിക്കാന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോയി ചിരിച്ചത് തിരിച്ചു പോകും. അരണ ആരും കടിക്കില്ല. അതേപോലെയാണ് മോഹൻലാൽ, ആരും കടിക്കില്ല. പക്ഷേ ഇപ്പോഴും മോഹൻലാലിൻ്റെ മനസ്സിൽ ഈ നാസർ ഫൈസൽ കൂടത്തായി പറഞ്ഞതും അതുപോലെ അബ്ദുള്ള പറഞ്ഞതും ഇപ്പോഴും കിടന്ന് നീറുക. നമ്മൾ മമ്മൂട്ടി മോഹൻലാലിന് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപഠിക്കണം മറ്റുള്ള നടന്മാർ, മറ്റു ഭാഷകളിലുള്ള നടന്മാർ. അവർ ഒരു മനസ്സായിട്ട് അവർ ജീവിക്കുന്നവരാണ് കേരളത്തിൽ. അപ്പോൾ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ ആൾ വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളോ അല്ലെങ്കിൽ വേറെ ജാതിയിലുള്ള ആളോ നോക്കിയിട്ടാണോ നമ്മൾ പോയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരു വഴിപാട് ചെയ്യുന്നത്? അതിനിപ്പോൾ ദൈവങ്ങളെല്ലാം ഒന്നാണ്. പ്രത്യേകിച്ച് ഒരു ദൈവമൊന്നും ആർക്കും ഇവിടെ ഇല്ല. അതൊക്കെ നമ്മുടെ മനുഷ്യരുണ്ടാക്കിയതാണ്. ശ്രീനാരായണ ഗുരു പറയണ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മതസൗഹാർദ്ദം ഒരുപാട് ഊട്ടിയുറപ്പിച്ച സ്ഥലമാണ് നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യയൊക്കെ. അതങ്ങനെ വേണമെന്നാണ് പറയണത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിവരമില്ലാണ്ട് ഇങ്ങനെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്ന, ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നിനിയോ അബ്ദുള്ളയും നാസർ ഫൈസൽ കൂടത്തായും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വാക്ക് വരാമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നതാണ് മമ്മൂട്ടിക്ക്. മമ്മൂട്ടി ഒന്നിനും പ്രതികരിച്ചില്ല. ഇതൊക്കെ കേട്ടിട്ട് മമ്മൂട്ടി പ്രതികരിച്ചില്ല. അതാണ് അവർക്കുള്ള ഒരു സന്ദേശം. മമ്മൂട്ടി പ്രതികരിക്കാത്തത് ഇതൊക്കെ കേട്ടിട്ടും കൗവ് ചെയ്യാനും പോയില്ല. പക്ഷെ ഒരു സങ്കടം മമ്മൂട്ടിക്കിന് നമ്മുടെ സമുദായത്തിൽ തന്നെ ഉള്ള ആൾക്കാർ അദ്ദേഹത്തെ ഇത്രയും വലിയൊരു മഹാനടനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു രോഗം വന്നിരിക്കുന്ന സമയത്ത് തള്ളിപ്പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം മമ്മൂട്ടിക്കുമുണ്ട്, മോഹൻലാലിനുമുണ്ട്. അത് മറക്കാൻ പറ്റില്ല. മമ്മൂട്ടി ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളിലും മമ്മൂട്ടിയുടെ എല്ലാ രോഗങ്ങളും, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു അംശം പോലും അവിടെ ഇല്ല. പല ടെസ്റ്റുകളും നടത്തി എല്ലാവരും ആൾ രക്ഷപ്പെട്ടു. എല്ലാ അസുഖങ്ങളും മാറി, കടയോടുകൂടി പറിച്ചു കളഞ്ഞു. ഇപ്പോൾ ആദ്യം കാണുന്നേക്കാൾ സുന്ദരനായിട്ടാണ് മമ്മൂട്ടി തിരിച്ചു വന്നുകൊണ്ടത്. ഇനി സിനിമയിൽ ജോയിൻ ചെയ്യും. അപ്പോൾ എല്ലാ ഊഹാഭോഗങ്ങൾക്കും വിരാമമായില്ലേ. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് ആൾക്കാരായാലും നമ്മളൊരു പ്രാർത്ഥിക്കും. മമ്മൂട്ടിക്കായാലും മോഹൻലാലിനായാലും നമ്മൾ പ്രാർത്ഥിക്കും, അവർക്കൊന്നും വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അതെന്താണ്? അവർ നമുക്കൊന്നും തന്നിട്ടൊന്നല്ല, അല്ലെങ്കിൽ അവർ നമുക്ക് മാസം പൈസ അയച്ചു തന്നിട്ടൊന്നല്ല. നമുക്കൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റായുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് അത് നമുക്കൊരു പ്രചോദനമാണ്. അവരെ അഭിനയം കാണുമ്പോൾ അതിനാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ അവരെന്നും ഈ ഭൂമിയിൽ ജീവിച്ച് എത്രയും നാൾ വേണമെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അതിൻ്റെ താഴെയുള്ള നടന്മാരായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള മഹാനടന്മാരെ കുത്തി നോവിക്കല്ലേ എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ കൂടെ മതനേതാക്കന്മാരോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ മമ്മൂട്ടി തിരിച്ചു വന്ന് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ. നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ, കൂടുതൽ ഊർജ്ജസ്വനായിട്ട് ഇരിക്കട്ടെ. അതുപോലെ മമ്മൂട്ടിക്കും മോഹൻലാലിൻ്റെ സ്നേഹത്തിന് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവർ സ്നേഹിക്കട്ടെ. ആ സ്നേഹം കണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ. അതാണ് വേണ്ടത്. നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.